സംസ്ഥാനത്ത് റാഗിംഗ് കേസുകളിൽ UGCയെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് തീരുമാനമെടുത്തു. റാഗിംഗ് കേസുകൾ പരിഗണിക്കാനായി രൂപീകരിച്ച പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗിലാണ് തീരുമാനം. റാഗിംഗ് നിരോധന നിയമപ്രകാരം സംസ്ഥാനത്തെ കോളേജുകളിൽ പ്രത്യേക നിയമങ്ങൾ രൂപീകരിക്കണമെന്നും പ്രത്യേക ബെഞ്ച് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനോട് മറുപടി സത്യവാങ്മൂലം നൽകാനും കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങളിൽ നിർണായക ഇടപെടലാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. റാഗിംഗ് കേസുകളിൽ ഹൈക്കോടതി നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തെ റാഗിംഗ് കേസുകളിൽ UGCയെ പോലും കക്ഷി ചേർത്തുകൊണ്ടാണ് ഹൈക്കോടതി ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ഹൈക്കോടതിയുടെ ഈ സുപ്രധാന തീരുമാനം പ്രത്യേക ബെഞ്ചാണ് പരിഗണിക്കുന്നത്. റാഗിംഗ് കേസുകൾ പരിഗണിക്കാനായി രൂപീകരിച്ച പ്രത്യേക ബെഞ്ചിൽ ആദ്യ സിറ്റിംഗിലാണ് നിർണായകമായ തീരുമാനം. റാഗിംഗ് നിരോധന നിയമപ്രകാരം സംസ്ഥാനത്തെ കോളേജുകളിൽ പ്രത്യേക നിയമങ്ങൾ രൂപീകരിക്കണമെന്നും സർക്കാരിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച മറുപടി സത്യവാങ്മൂലം നൽകാനും സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും റാഗിംഗ് നിരോധന കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ രേഖാമൂലം ഉറപ്പുവരുത്തണം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. റാഗിംഗ് നിരോധന നിയമത്തിൽ ഇത്തരത്തിൽ നിർദ്ദേശമുണ്ടെങ്കിലും ഇതുവരെ ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള സമിതികൾ രൂപീകരിക്കാൻ എത്ര സമയം വേണമെന്നും സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. നിയമത്തിൽ അപര്യാപ്തതയുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച് ചട്ടങ്ങൾ രൂപീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. UGCയെ കക്ഷി ചേർക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ തമ്മിലുള്ള അക്രമവാസന കൂടുന്നു എന്ന് കാണിച്ചുകൊണ്ട് ലീഗൽ സർവീസ് അതോറിറ്റിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സംസ്ഥാന സർക്കാർ റാഗിങ്ങിനെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ലീഗൽ സർവീസ് അതോറിറ്റി ആരോപിച്ചത്. ഇതേ തുടർന്നാണ് ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഇക്കാര്യം പരിഗണിക്കാൻ തീരുമാനിച്ചത്. കലാലയങ്ങളിൽ ഉണ്ടാകുന്ന റാഗിങ്ങിൽ സംസ്ഥാന സർക്കാർ വേണ്ടവിധം കേസ് പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യം ലീഗൽ സർവീസ് അതോറിറ്റി തുറന്നു കാട്ടിയപ്പോഴാണ് ഹൈക്കോടതി നേരിട്ടിടപെടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.